വെനസ്വേലയിലെ പ്രമുഖ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ മുഖ്യശക്തിയുമായ മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച 2025 നൊബേൽ സമ്മാന പുരസ്കാരത്തിന്റെ സ്വർണ്ണ മെഡൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറിയ സംഭവം ആഗോളതലത്തിൽ വലിയ ശ്രദ്ധയും ചർച്ചകളും സൃഷ്ടിച്ചിരുന്നു. വാഷിംഗ്ടൺ ഡിസിയിലെ വൈറ്റ് ഹൌസിൽ വെച്ച് നടന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് മച്ചാഡോ ഈ മെഡൽ ട്രംപിന് കൈമാറിയത്. ഈ നടപടിയെക്കുറിച്ച് പ്രതികരിച്ച പ്രസിഡന്റ് ട്രംപ് ഇത് പരസ്പര ബഹുമാനത്തിന്റെയും രാഷ്ട്രീയ സൗഹൃദത്തിന്റെയും ശക്തമായ പ്രതീകമാണെന്ന് വിശേഷിപ്പിച്ചു. മെഡൽ നിലവിൽ ട്രംപിന്റെ കൈവശം ആണെന്ന കാര്യം വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് നൊബേൽ സമാധാന പുരസ്കാരം മറ്റൊരാൾക്ക് കൈമാറാനോ പങ്കുവെക്കാനോ നിയമപരമായി സാധിക്കുമോ എന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ ചർച്ചകൾക്ക് വഴിവെച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി നൊബേൽ പീസ് സെന്റർ സാമൂഹ്യ മാധ്യമമായ എക്സ് വഴി പ്രസ്താവന പുറപ്പെടുവിച്ചു. നൊബേൽ കമ്മിറ്റിയുടെ ചട്ടങ്ങൾ അനുസരിച്ച് ഒരിക്കൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരു നൊബേൽ പുരസ്കാരം മാറ്റമില്ലാത്തതും തിരുത്താനാവാത്തതുമാണെന്ന് അവർ വ്യക്തമാക്കി. അതായത് പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷം അത് റദ്ദാക്കാനോ മറ്റൊരാൾക്ക് കൈമാറാനോ പങ്കുവെക്കാനോ യാതൊരു നിയമപരമായ സാധ്യതയും ഇല്ല. അതേസമയം പുരസ്കാരത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന സ്വർണ്ണ മെഡൽ ഒരു വ്യക്തിഗത വസ്തുവായതിനാൽ അത് മറ്റൊരാൾക്ക് സമ്മാനമായി നൽകാൻ ജേതാവിന് സാധിക്കുമെങ്കിലും നൊബേൽ ജേതാവ് എന്ന ഔദ്യോഗിക പദവിയോ അംഗീകാരമോ മറ്റൊരാളിലേക്ക് മാറ്റാൻ ഒരിക്കലും കഴിയില്ലെന്നും നൊബേൽ അധികൃതർ വ്യക്തമായി ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിലെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാനും സമാധാനപരമായ ഭരണപരിവർത്തനം സാധ്യമാക്കാനും ലക്ഷ്യമിട്ട് മച്ചാഡോ നടത്തിയ ദീർഘകാല പോരാട്ടങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് അവർക്ക് 2025 നൊബേൽ സമാധാന പുരസ്കാരം സമ്മാനിച്ചത്. 2014 വെനസ്വേലൻ പ്രക്ഷോഭത്തിനിടയിൽ നിക്കോളാസ് മഡൂറോ സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ മുൻനിരയിലുള്ളവരിൽ ഒരാളായിരുന്നു മച്ചാഡോ. അലജാൻഡ്രോ പ്ലാസിനൊപ്പം മരിയ വെനസ്വേലൻ സന്നദ്ധ സിവിൽ ഓർഗനൈസേഷൻ സൊമാറ്റിന്റെ സ്ഥാപകയും മുൻ നേതാവുമായിരുന്നു. നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസിയിൽ നിന്ന് ലഭിച്ച തുകയ്ക്ക് സൊമാറ്റിന് വേണ്ടി ഗൂഢാലോചന നടത്തിയതിന് മച്ചാഡോയ്ക്കെതിരെ കുറ്റം ചുമത്തുകയും NED പിന്തുണയ്ക്കുന്ന മനുഷ്യാവകാശ ഗ്രൂപ്പുകളിൽ നിന്ന് വെനസ്വേല പ്രസിഡന്റ് ഹ്യൂഗോ ചാവേസിന്റെ ഭരണത്തെ അപലപിക്കുകയും ചെയ്തു. വിചാരണ ജഡ്ജിയുടെ നടപടിക്രമ ലംഘനങ്ങൾ കാരണം വിചാരണ 2006 ഫെബ്രുവരിയിൽ നിർത്തിവെച്ചു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ അഭിപ്രായത്തിൽ പലതവണ മാറ്റിവെച്ചു. 2018 BBC-യുടെ 100 സ്ത്രീകളിൽ ഒരാളായി അവരെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. നൊബേൽ പുരസ്കാരം പിന്നീട് തിരിച്ചു വാങ്ങാനോ റദ്ദാക്കാനോ നിയമപരമായി യാതൊരു വഴിയുമില്ലെന്നതും അധികൃതർ ആവർത്തിച്ചു വ്യക്തമാക്കി. ഇതിന് കാരണം ആൽഫ്രഡ് നൊബേലിന്റെ വിൽപത്രത്തിലോ നൊബേൽ ഫൗണ്ടേഷന്റെ ചട്ടങ്ങളിലോ പുരസ്കാരം പിൻവലിക്കുന്നതിനെക്കുറിച്ചോ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചോ യാതൊരു പരാമർശവും ഇല്ലാത്തത് തന്നെയാണ്. കൂടാതെ നൊബേൽ ഫൗണ്ടേഷൻ ചട്ടങ്ങളിലെ 10ാം ഖണ്ഡിക പ്രകാരം പുരസ്കാരം നൽകുന്ന സമിതിയുടെ തീരുമാനത്തിന് എതിരെ അപ്പീൽ നൽകാൻ പോലും അനുവാദമില്ല. നൊബേൽ പുരസ്കാരങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ സ്റ്റോക്ക്ഹോം അല്ലെങ്കിൽ ഓസ്ലോ ആസ്ഥാനമായ ഒരു കമ്മിറ്റിയും അവാർഡ് പിൻവലിക്കണമെന്ന ആശയം പോലും പരിഗണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പുരസ്കാരം ലഭിച്ച ശേഷം ജേതാക്കൾ നടത്തുന്ന പ്രവർത്തനങ്ങളെയോ അവരുടെ പ്രസ്താവനകളെയോ കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുക എന്നതാണ് നൊബേൽ കമ്മിറ്റിയുടെ ദീർഘകാല നയം. ഒരു പ്രത്യേക വർഷത്തെ നൊബേൽ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തികളുടെ അതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം വിലയിരുത്തുകയാണ് കമ്മിറ്റിയുടെ ചുമതല. ഒരിക്കൽ പുരസ്കാരം പ്രഖ്യാപിച്ചാൽ ആ തീരുമാനം എക്കാലത്തേക്കും നിലനിൽക്കുന്നതായിരിക്കും. ജേതാക്കളുടെ പിൽക്കാല പ്രവർത്തനങ്ങളെ കമ്മിറ്റി ആന്തരികമായി നിരീക്ഷിച്ചേക്കാമെങ്കിലും അതിനെക്കുറിച്ച് പരസ്യമായ പിന്തുണയോ എതിർപ്പോ പ്രകടിപ്പിക്കാറില്ല എന്നതും നൊബേൽ സമിതിയുടെ അടിസ്ഥാന നയങ്ങളിലൊന്നാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.